കാലം മാറിയത് ചിലർ ഇനിയും അറിഞ്ഞിട്ടില്ല. ഒരു കാലമുണ്ടായിരുന്നു സുഹൃത്തുക്കളെ, പാശ്ചാത്യ രാജ്യങ്ങളുടെ തിണ്ണ നിറങ്ങിയിരുന്ന അവർ എന്ത് കൽപ്പിച്ചാലും അത് അപ്പാടെ അനുസരിച്ച് തലയാട്ടി നിന്നിരുന്ന ഒരു പഴയ ഇന്ത്യ. എന്നാൽ ഇന്ന് ചരിത്രം മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു പുതിയ നവഭാരതമുണ്ട് ഇന്ന് നമുക്ക്. നരേന്ദ്രമോദി എന്ന കരുത്തനായ ഭരണാധികാരിയുടെ കീഴിൽ പ്രതിരോധ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങൾ ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് ഇന്ത്യയുടെ ശബ്ദം ലോകം കാതോർത്ത് കേൾക്കുകയാണ്. പക്ഷേ ഈ വളർച്ച കണ്ടിട്ട് കണ്ണുകടിയുള്ള കുറച്ച് ഉറക്കം നഷ്ടപ്പെട്ട ചിലരുണ്ട് ഈ ലോകത്ത്. അമേരിക്കയിലും യൂറോപ്പിലെയും ശീതീകരിച്ച പടുകൂറ്റൻ കെട്ടിടങ്ങളിൽ ഇരുന്ന് തങ്ങളുടെ കയ്യിലുള്ള കോടിക്കണക്കിന് ഡോളറുകൾ വാരിയെറിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാമെന്ന് വ്യാമോഹിക്കുന്ന ചില അന്താരാഷ്ട്ര കോടീശ്വരന്മാർ. ഈ ലോകത്തിന്റെ റിമോട്ട് കൺട്രോൾ തങ്ങളുടെ കയ്യിലാണെന്ന അഹങ്കാരമാണ് അവർക്ക്. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഭരണാധികാരികളെ, രാജ്യങ്ങളെ പണം കൊടുത്ത് അട്ടിമറിക്കുക എന്നതാണ് ഇവരുടെ ഒരു രീതി. നരേന്ദ്രമോദിയെ പോലെ യാതൊരു വിദേശ ഇടപെടലുകൾക്കും വഴങ്ങാത്ത, സ്വന്തം ജനതയുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു കരുത്തനായ നേതാവ് ഇന്ത്യ നയിക്കുന്നത് ഈ കോടീശ്വരന്മാർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എങ്ങനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, ഇന്ത്യയെ തങ്ങളുടെ വരുതിയിലാക്കണം. അതിനായി അവർ കണ്ടുപിടിച്ച ഒരു ആയുധമുണ്ട്: ജനാധിപത്യം തകർക്കപ്പെടുന്നു എന്ന കള്ളക്കണ്ണീർ. തങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ജയിച്ചാൽ അവിടെ ജനാധിപത്യം, അല്ലെങ്കിൽ അവിടെ സ്വേച്ഛാധിപത്യം. ഇതാണ് ഇവരുടെ തന്ത്രം. ഇന്ത്യക്കെതിരെയും അവർ ഈ കളി കളിക്കാൻ നോക്കി. കോടികൾ ഒഴുക്കി, വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി, മോദി സർക്കാരിനെതിരെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താൻ അവർ ശ്രമിച്ചു. എന്നാൽ അവർ തൊട്ടത് തെറ്റായ ആളുകളെയാണെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായിരുന്നില്ല. ഇന്ത്യയെ അപമാനിക്കാൻ നോക്കിയ ആ അന്താരാഷ്ട്ര മുതലാളിമാർക്ക് അപ്പോൾ തന്നെ കിട്ടിയോ അതോ ചോദിച്ച് വാങ്ങി എന്ന് പറയുന്നത് പോലെയാണോ എന്നറിയില്ല. എട്ടിന്റെ പണിയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തിരിച്ച് കൊടുത്തത്. നയതന്ത്രത്തിന്റെ ഭാഷയിൽ എന്നാൽ ഒരു തരിമ്പും വിട്ടുവീഴ്ചയില്ലാത്ത മാസ് ഡയലോഗിലൂടെ ആ അന്താരാഷ്ട്ര കോടീശ്വരന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നവനെ അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് അഡപടലം പൊളിച്ചടുക്കി. അവരുടെയൊക്കെ യഥാർത്ഥ മുഖംമൂടി വലിച്ച് കീറുകയായിരുന്നു അവിടെ ചെയ്തത്. ആരാണ് ഇന്ത്യയെ തകർക്കാൻ കോടികൾ ഒഴുക്കുന്ന ആ വിദേശ കോടീശ്വരൻ? എങ്ങനെയാണ് ജയശങ്കർ അദ്ദേഹത്തിന്റെ കള്ളക്കണ്ണീരിന്റെയും കള്ളക്കളികളുടെയും സകല പ്ലാനുകളും ഒറ്റയടിക്ക് തകർത്തത്? നോക്കാം. ഡിസ്നിയിൽ നടന്ന ഒരു സംവാദ പരിപാടിക്കിടെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം നടന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് ജോർജ് സൊറോസ് ഒഴുക്കിയ കള്ളക്കണ്ണീരിന്റെയും കള്ളക്കളികളുടെയും മുഖംമൂടി അഴിച്ചു മാറ്റുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പഴയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായിരിക്കുന്നത്. അന്ന് ആ സംവാദ പരിപാടിയിൽ ഒരു ജേർണലിസ്റ്റ് ജയശങ്കറിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ ജനാധിപത്യം തകർക്കപ്പെടുന്നു എന്ന് ജോർജ് സൊറോസ് പറയുന്നുണ്ടല്ലോ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ആ ചോദ്യത്തിന് ജയശങ്കർ നൽകിയ ചുട്ട മറുപടി കേട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം: ലോകക്രമം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അമേരിക്കയോ യൂറോപ്പോ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന കാര്യം എല്ലാവരും ഓർക്കണം. അന്ന് മ്യൂണിക് കോൺഫറൻസിൽ വെച്ചാണ് ജോർജ് സൊറോസ് ആ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും അവിടുത്തെ പ്രധാനമന്ത്രി ജനാധിപത്യവാദി അല്ല എന്നും ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ പൗരത്വം മോദി സർക്കാർ ഇല്ലാതാക്കാൻ പോവുകയാണെന്നും ഒക്കെയായിരുന്നു സൊറോസ് അന്ന് പറഞ്ഞത്. എന്നാൽ അതിന് ജയശങ്കർ കൊടുത്ത ഒറ്റ വരി മാസ് മറുപടി ഇതായിരുന്നു: ഞങ്ങൾ ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം റദ്ദാക്കിയിട്ടില്ല. എന്താണ് ഈ ജോർജ് സൊറോസിന്റെ യഥാർത്ഥ ലക്ഷ്യം? അമേരിക്കയിലെ ശതകോടീശ്വരനായ ജോർജ് സൊറോസിന്റെ ധനസഹായത്തിൽ ഇന്ത്യയിൽ നിരവധി NGO സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. മോദി സർക്കാരിനെതിരെ വലിയ പ്രചാരവേലകൾ അഴിച്ചുവിടുക എന്നതാണ് ഇവരുടെ പ്രധാന പണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി പകരം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി നിൽക്കാൻ സൊറോസിന്റെ സംഘടനകൾ ഇന്ത്യയിൽ വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. 2019 രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഓർമ്മയില്ലേ? തുടങ്ങി പല യാത്രകൾക്കും നീക്കങ്ങൾക്കും പിന്നിൽ ഈ സംഘടന നൽകിയ ഫണ്ടുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയിലെ ഒരു കമ്പനിയെ കൊണ്ട് വ്യാജ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നിലും സൊറോസിന്റെ കരങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി അദാനിയെ ജയിലിൽ അടപ്പിക്കാൻ വേണ്ടി സൊറോസിന്റെ മറ്റൊരു സംഘടനയായ
OCCRP സുപ്രീം കോടതി വരെ ആളുകളെ കയറ്റിയിറക്കി. പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള പ്രമുഖ അഭിഭാഷകരെ വെച്ച് അവർ വാദങ്ങൾ നടത്തിയെങ്കിലും ഒടുവിൽ സത്യം ജയിക്കുകയും കോടതി അദാനിക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനു പുറമെ സൊറോസിന്റെ മറ്റ് സംഘടനകളും മോദി സർക്കാരിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. വോട്ടിംഗ് മെഷീനിൽ പ്രധാനമന്ത്രി മോദി കൃത്രിമം നടത്തുന്നുവെന്ന വ്യാജാശയം രാഹുൽ ഗാന്ധി വഴി ഇന്ത്യയിൽ കുത്തിവെച്ചതിന് പിന്നിലും ഇത്തരം വിദേശ ശക്തികളുടെ നിർദ്ദേശങ്ങളാണുള്ളത്. അങ്ങനെ അവരുടെ കള്ളക്കളികളെല്ലാം പൊളിഞ്ഞു വീണു. അവിടെ കൊണ്ടും സൊറോസിന്റെ കുതന്ത്രങ്ങൾ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു സംഘടനയായ FDLPയും ഇന്ത്യയിലെ മോദി സർക്കാരിനെതിരെ നിരന്തരം പണിയെടുക്കുകയായിരുന്നു. ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ നമ്മുടെ രാജ്യത്തെ വോട്ടിംഗ് മെഷീനിൽ മോദി കൃത്രിമം കാട്ടുന്നു എന്നൊരു അസംബന്ധമുണ്ടല്ലോ. ആശയം രാഹുൽ ഗാന്ധിയുടെ വായ് വഴി ഇന്ത്യയിൽ കൊണ്ടുപോയി പ്രചരിപ്പിച്ചത് പോലും ഇത്തരം വിദേശ സംഘടനകളുടെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരാണ് ഈ ജോർജ് സൊറോസ്? ന്യൂയോർക്കിൽ ഇരിക്കുന്ന പ്രായം ചെന്ന വലിയ തോതിൽ രാഷ്ട്രീയ പക്ഷാപാതമുള്ള ഒരാളാണ് ഈ ജോർജ് സൊറോസ്. താൻ പറയുന്നത് പോലെയാണ് ഈ ലോകം മുഴുവൻ ചലിക്കേണ്ടത് എന്ന് ഷഡിക്കുന്ന ഒരു പിടിവാശിക്കാരൻ. അദ്ദേഹം വെറുമൊരു ധനികനായ രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നെങ്കിൽ ജയശങ്കറിന് ഇത്ര വലിയ പ്രശ്നമാകില്ലായിരുന്നു. പക്ഷേ ഈ പ്രശ്നം അതല്ല. ജോർജ് സൊറോസ് എന്ന് പറയുന്നത് വെറുമൊരു പണക്കാരൻ മാത്രമല്ല, അതീവ അപകടകാരിയായ ഒരാളാണ്. തന്റെ ആ ഒരു മനസ്സിനെ അല്ലെങ്കിൽ ആശയങ്ങൾ ഓരോ രാജ്യത്തും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം കോടിക്കണക്കിന് രൂപയാണ് വെള്ളം പോലെ ഒഴുക്കുന്നത്. ആഗോളവൽക്കരണം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ഇന്ത്യയിലേക്കും വലിയ തോതിൽ പണം കൊണ്ടുവന്നു. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ആ പണമെല്ലാം ഇത്തരം വിദേശ സംഘടനകൾക്ക് അവരുടെ കറുത്ത അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കാനുള്ള എളുപ്പ വഴിയായി മാറുകയായിരുന്നു. ജോർജ് സൊറോസിന് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു മഹാരാജ്യമാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്ന പോലുമില്ല. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ അമേരിക്കയിൽ ഇരിക്കുന്ന സൊറോസ് അല്ല. സൊറോസിനും കൂട്ടർക്കും തിരഞ്ഞെടുപ്പുകളൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവർ മനസ്സിൽ വിചാരിക്കുന്ന ആൾ ജയിച്ചാൽ മാത്രം. അതല്ല, ജനങ്ങൾ തികച്ചും വ്യത്യസ്തമായി ചിന്തിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അപ്പോഴേക്കും അവർ അടുത്ത പല്ലവിയുമായി ഇറങ്ങും. ഇന്ത്യയിലെ ജനാധിപത്യം ശരിയല്ല എന്ന് അലറാൻ തുടങ്ങും. ഇത് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുറന്നടിച്ചതാണ്. ഒരു രാജ്യത്ത് തുറന്ന ജനാധിപത്യം വേണമെന്നും വലിയ സുതാര്യത വേണമെന്നും ഒക്കെയാണ് സൊറോസ് വലിയ വായിൽ പ്രസംഗിക്കുന്നത്. പുറമെ കേൾക്കുമ്പോൾ നല്ല വർത്തമാനങ്ങളാണെന്ന് തോന്നും. എന്നാൽ ജനാധിപത്യത്തെക്കുറിച്ച് വാചാലനാകുമ്പോഴും ഉള്ളിലിരുന്ന് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ നോക്കുന്ന സൊറോസിന്റെ ആ കറുത്ത മുഖം അവർക്ക് കൃത്യമായി മനസ്സിലായി. അനാവശ്യമായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്നതിൽ വിദഗ്ധരാണ് ഇക്കൂട്ടർ. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ചിത്രം മറ്റൊന്നാണ്. ഇന്ന് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ എന്ത് മനോഹരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് നോക്കുക. വോട്ടിംഗ് ശതമാനം 70-ന് മുകളിലാണ്. അത്രയും മികച്ച രീതിയിലാണ് ഇലക്ഷൻ ഇപ്പോൾ പോകുന്നത്. ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാറുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ അസാധുവായ ബാലറ്റ് പേപ്പറുകൾ പോലും വളരെ കുറവാണ്. എന്നിട്ടും യാതൊരു വിവരവുമില്ലാതെ സൊറോസിനെ പോലെയുള്ള ചില വ്യക്തികൾ വന്ന് നമ്മുടെ ഈ ശക്തമായ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ നോക്കുകയാണ്. തന്റെ വ്യക്തമായ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനെ പുറത്തുനിന്ന് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ നമ്മൾ കൊളോണിയലിസത്തിന്റെ പച്ചയായ കൈപ്പറഞ്ഞ ജനതയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് പുറത്തിരിക്കുന്നവർ നമ്മുടെ കാര്യങ്ങൾ റിമോട്ട് കൺട്രോൾ വെച്ച് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഒരു കാരണവശാലും ഈ രാജ്യം അംഗീകരിക്കില്ല. പുറത്തു നിന്നുള്ളവർ വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് യാതൊരു കാരണവശാലും ശരിയല്ല. ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന വോട്ടർമാർക്ക് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇവർ വെറുതെ ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ ഘടനയ്ക്കുണ്ടാക്കുന്നത് വലിയ നാശനഷ്ടമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ചിലർ ഇന്ത്യക്കുള്ളിൽ തന്നെ ആളുകളെ കൂലിക്ക് വെച്ച് നിരന്തരം ഇല്ലാത്ത ഭയവും ആശങ്കയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് നമ്മൾ ജനത ജാഗ്രത പാലിക്കേണ്ടതെന്ന് ജയശങ്കർ അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.